പുന്നമടയിൽ ആവേശം കൊട്ടിക്കയറുന്ന ജലപൂരം കൊടിയേറാൻ നിമിഷങ്ങൾ എണ്ണിക്കാത്തിരിക്കുകയാണ് ഓരോ മലയാളികളും. ഓളപ്പരപ്പിനെ കീറിമുറിച്ച് കരിനാഗങ്ങൾ തുഴയേറിയുമ്പോൾ വള്ളംകളി പ്രേമികൾ ആനന്ദത്തിന്റെ കൊടുമുടി കയറും. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശം ഒരു തരി ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് മലയാളം ടീം സജ്ജമാണ്. ആദ്യം നമ്മൾ പോകുന്നത് ന്യൂസ് ഡയറക്ടർ ഹർഷനിലേക്കാണ്. ഹർഷൻ, കരയും കായലും ഒരു കടലായി തീരാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് അല്പസമയത്തിനകം ആരംഭിക്കും. എന്താണ് അവിടുത്തെ ആവേശം? എത്രത്തോളമാണ് അവിടുത്തെ ആവേശം? അഖില, തീർച്ചയായും അതിൻ്റെ ഒരു ആവേശത്തിൻ്റെ പരകോടിയിൽ തന്നെയാണ് എല്ലാവരും എന്ന് നിസ്സംശയം പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞു, വിയപുരം ചുണ്ടൻ തുഴയുന്ന വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ ഒപ്പമാണ്. വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ തുഴക്കാരെല്ലാവരും ഇവിടെ അവരിപ്പോൾ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ രാവിലെ ക്ഷേത്രത്തിലും പള്ളിയിലും ഒക്കെ പോയിട്ട് വന്നു. അതിനുശേഷം അവരിപ്പോൾ പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ്. ഇതിനുശേഷം അവർ വള്ളത്തിലേക്ക് കയറും, ബോട്ടിൽ കയറും. വള്ളം അതിനെ ടഗ് ചെയ്ത് കൊണ്ടുപോകും, പുന്നമട കായലിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ ഇവിടെ നടക്കുകയാണ്. നമുക്ക് ചെറിയ ചില കാഴ്ചകൾ കാണാം. കണ്ടോ, ഇതൊക്കെയാണ് ഈ തുഴകൾ ഇരിക്കുന്നുണ്ട്. ഓരോ തുഴയും ഓരോ തരത്തിൽ വ്യത്യസ്തമായിരിക്കുന്നത് കണ്ടോ. ഈ തുഴകളെല്ലാം ഇപ്പം മുന്നിലിരിക്കുന്നവർക്ക്, ഇപ്പം ഏറ്റവും മുന്നിലിരിക്കുന്ന ഒന്നാം തുഴയ്ക്ക് ഒരു തരത്തിലുള്ള തുഴയാണെങ്കിൽ ഓരോ തുഴയ്ക്കും ചെറിയ നേരിയ വ്യത്യാസങ്ങൾ. ഈ തുഴയുടെ കാര്യത്തിൽ പോലും ഏറ്റവും ശ്രദ്ധാലുക്കളാണ് ഇവർ. അതിനുശേഷം ഇപ്പോൾ അമരത്ത് നിൽക്കുന്നവരുടെ വലിയ തുഴകൾ നമുക്ക് കാണാം. അമരത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട തുഴച്ചിൽക്കാരുടെ ഈ അമരത്ത് നിൽക്കുന്ന ഈ വലിയ തുഴയുടെ കാഴ്ചയിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഈ തുഴയുടെ ഒരൊറ്റ ഏറിനാണ് വള്ളം മുന്നോട്ട് കുതിക്കുക. വള്ളത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നതും കുതിക്കുന്നതും ഈ അമരത്ത് നിൽക്കുന്നവർക്ക്. അതിനെ വള്ളത്തിൻ്റെ നിയന്ത്രണം സമ്പൂർണ്ണമായും അമരത്ത് നിൽക്കുന്നവർക്കാണ്. വള്ളത്തിൻ്റെ കുതിപ്പ്, മുന്നോട്ടുള്ള ആ കുതിപ്പ് ഒന്നാം തുഴയടക്കം പിന്നോട്ടിരിക്കുന്നവർക്കാണ്. ആ നിലയ്ക്കാണ് ഇത് വരിക. ഇവിടെ നമുക്ക് ഇവരുടെ തുഴക്കാരിലേക്ക് വേണമെങ്കിലും നമുക്ക് കുറച്ചു പേരിലേക്ക് പോകേണ്ടതുണ്ട്. അതിലേറ്റവും കൗതുകകരമായ കാര്യം, നമ്മളെല്ലാവരും പറയുന്നത് ഇത് കുട്ടനാടിൻ്റെ ആവേശം, കുട്ടനാടിൻ്റെ ഉത്സവം, ജലോത്സവം, പുന്നമടയുടെ ഉത്സവം എന്നൊക്കെ തന്നെയാണ്. പക്ഷേ അങ്ങനെയല്ല. ഇത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഉത്സവമാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെയുള്ള തുഴക്കാർ പലരും പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ അധികം ഇതര സംസ്ഥാനക്കാരല്ല, പക്ഷേ ഈ സംസ്ഥാനത്തുള്ളവരിൽ പല ജില്ലകളിൽ നിന്നുള്ളവരുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ചിലരെ ഇപ്പോൾ നമ്മൾ കോയയെ കാണാം. കോയ കോഴിക്കോട് നിന്ന് വന്നിരിക്കുന്നതാണ് കോയ. അതായത് തുഴക്കാർ തന്നെയുണ്ട്. വിയ്യപുരത്തിന് തുഴയാനായിട്ട് വാ കോയ വരും. കോയ കോഴിക്കോട് നിന്ന് വന്നിരിക്കുന്ന തുഴക്കാർ കേട്ടോ. ാണ് അവർ കോയയെ കാണുന്നതും. കോയ മാത്രമല്ല, അതുപോലെ പലരും മലപ്പുറത്തു നിന്നുണ്ട്, കോഴിക്കോട് നിന്നുണ്ട്, ഇങ്ങനെ പല സ്ഥലത്തു നിന്നുണ്ട് കേട്ടോ. കോയയ്ക്ക് ഇവിടെ ജൈവിളിയാണ്. കോയയുടെ വിശേഷങ്ങൾ കേട്ടു. കോയ എവിടെ നിന്നാണ്? ഞാൻ കോഴിക്കോട് കൊയിലാണ്ടി. അത് ഇതെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇത് കുട്ടനാടിന്റെ ഉത്സവം എന്നുള്ള നിലയ്ക്ക് കുട്ടനാട്ടുകാർ മാത്രമാണ് തുഴയുന്നതൊക്കെ പലരുടെയും വിചാരം. അങ്ങനെ അല്ലല്ലോ. ഞാനിപ്പോ 4 വർഷമായി. 4 വർഷമായിട്ട്. വിയ്യപുരത്തിന് എത്ര വർഷമായി തുഴയുന്നു? 2 വർഷം. 2 വർഷമായി. കഴിഞ്ഞ തവണ ഒരു ചെറിയ നിരാശ. ഇത്തവണ തിരിച്ചു പിടിക്കും. വള്ളംകളിയോടുള്ള ഒരു ആവേശം വരുന്നത് എങ്ങനെയാണ്? എന്റെ ഫ്രണ്ടിൽ തന്നെ വെള്ളമാണ്, പിന്നെ ചെറുവെള്ളമാണ് കൊയിലാണ്ടി. ചെറുവെള്ളമാണ്, ചെറിയ മത്സരം ഉണ്ടാവും. ഇത്ര വലിയ മത്സരമൊന്നും നടക്കില്ല. ഇത് ഒളിമ്പിക്സ് ആണ്. ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ കൊയിലാണ്ടിയിൽ നിന്ന്, അതാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ കൊയിലാണ്ടിയിൽ നിന്ന് എത്തിയിരിക്കുന്ന കോയയാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ആ കോയ മാത്രമല്ല, വേറെ പൊന്നാനി ആരാ എവിടെയാ ഉള്ളത്? ഇവിടെ പൊന്നാനിക്കാരനും ഉണ്ട് അല്ലേ? അസറ വാ. അസറ എന്താണിത്? അതായത് അസർ പൊന്നാനിയിൽ നിന്ന് വന്നിരിക്കുന്ന ആളാണ് അസർ. അസർ എങ്ങനെയാണ് ഈ വള്ളംകളിയിലേക്ക് എത്തിപ്പെടുന്നത്? ഞാൻ എത്തുന്നത് പറഞ്ഞാല് കൂട്ടുകാരെ അമ്മയെ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തുന്നത്. പിന്നെ നമ്മളവിടെ ഒക്കെ ചെറുവെള്ളം കളിയുള്ളൂ. ഇത്ര വലിയ വെള്ളങ്ങൾ കളിയില്ല. എന്റെ ഫസ്റ്റ് കൊല്ലാണ് ഇത് ഫസ്റ്റ് കൊല്ലാണ്. അത് ശരി. അത് കന്നിക്കാരനാണ്. അപ്പൊ ഇത്തവണ കപ്പടിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. കപ്പടിക്കും. അസറും കോയയും, ഒരാൾ പൊന്നാനിയിൽ നിന്ന്, ഒരാൾ കൊയിലാണ്ടിയിൽ നിന്ന് ഇവിടെ വള്ളം കളിക്കായി എത്തിച്ചേർന്നിരിക്കുകയാണ്. വീണ്ടും നമുക്ക് ഇവിടെ കോച്ചുമാരുണ്ട്, അമരത്ത് നിൽക്കുന്നവരുണ്ട്. ഇപ്പൊ ബിനു, ഇപ്പോൾ ഈ ഇത്തവണത്തെ വള്ളംകളിയുടെ ഒരു പ്രത്യേകത 7 വള്ളങ്ങളുടെ അമരത്ത് കുമരകംകാരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പക്ഷേ ഇവരിൽ പലരും വളരെ കരുത്തരാണ്, പക്ഷെ വളരെ ഷൈ ആണ്. നമ്മൾ കാര്യങ്ങൾ ചോദിക്കാൻ എത്തുമ്പോൾ അവർ പതുക്കെ മുങ്ങാനാണ് ശ്രമിക്കുക. ഇത് 1ാം അമരമാണ് അല്ലേ ഈ വള്ളത്തിന്റെ? ഇത്തവണത്തെ ഒരു പ്രത്യേകത 7 വള്ളങ്ങളുടെ 1ാം അമരത്ത് കുമരകംകാരുണ്ട്. അതെന്താണ് അതിന്റെ കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമ്മൾ വങ്കായക്കാരാണ്. ഇപ്പം പല ക്ലബിലും കളിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വിയ്യപുരത്ത് എത്ര കാലമായി? ഞാൻ ഇപ്പൊ 2ാമത്തെ വർഷമാണ് വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരിയിൽ. അതായത് കഴിഞ്ഞ തവണത്തെ ടീം അംഗങ്ങൾ വളരെ കൂടുതൽ പേര് ഇത്തവണയും ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം ആ ഒരു വാശി നിൽക്കുന്നു. തീർച്ചയായിട്ടും. അതുണ്ട്. ആ വാശി കൊണ്ട് കപ്പടിക്കുക എന്നുള്ളതാണ്. കപ്പടിച്ചിട്ടേ കളം പെടുത്തുള്ളൂ കേട്ടോ. ഇവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ വലിയ കനപ്പെട്ട പങ്കായമില്ലേ, ആ പങ്കായം പിടിക്കുന്നവരാണ് ഇവർ. ചെറിയ കക്ഷികളല്ല, വൻ കരുത്തന്മാരാണ് അല്ലേ?
കേട്ടോ, അത് പറയുമ്പോൾ നാണമാണ്. കരുത്തുണ്ട്, പക്ഷേ ചെറിയ നാണമാണ്, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരും എങ്ങനെയാണ് ഇത്തവണ കപ്പടിക്കും എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇപ്രാവശ്യം കപ്പടിച്ച് തന്നെ കളമിടുള്ളൂ. കപ്പടിച്ചേ കളമിടും തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണത്തെ നിരാശ എല്ലാം അറിയാവുന്നതല്ലേ, മൊത്തത്തിൽ നിരാശയാണ്. എങ്കിലും അതെല്ലാം മാറ്റിക്കുറിച്ചുകൊണ്ട് ഇപ്രാവശ്യം പക്ഷേ നമ്മൾ തോറ്റു എന്ന് പറയാൻ പറ്റില്ല. ഇത്തവണ തോൽവി നമ്മളൊരിക്കലും സമ്മതിക്കുന്നില്ലല്ലോ. തോൽവി ഒരിക്കലും സമ്മതിക്കുന്നില്ല. കഴിഞ്ഞ തവണ നിരാശയേ ഉള്ളൂ, തോൽവി സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും. അതാണ്. ഇനിയിപ്പോൾ മാത്രമല്ല, ഇവരുടെ ഈ ഒരു തയ്യാറെടുപ്പ് 35 ദിവസത്തെ പരിശീലനത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവർ തുഴയാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഇറങ്ങുന്നത്. തുടർച്ചയായ പരിശീലനം, അതായത് കഴിഞ്ഞ തവണയൊക്കെ 25 ദിവസത്തെ പരിശീലനത്തിന് ശേഷമാണ് ഇവർ തന്നെ അവകാശപ്പെടുന്നത് പോലെ 1-ാം സ്ഥാനത്തേക്ക് ഏതാണ്ട് എത്തിച്ചേരുന്ന തരത്തിൽ അവർ വന്നത്. ഇത്തവണ പക്ഷേ കപ്പടിച്ചിരിക്കും എന്നുള്ള തീരുമാനത്തിൽ 35 ദിവസത്തെ പരിശീലനം, ചെറിയ പരിശീലനം അങ്ങോട്ട് നോക്ക്, ചെറിയ ഈ വെയിറ്റ് ലിഫ്റ്റിങ്ങിനുള്ള സംവിധാനങ്ങളൊക്കെ, ഇതൊക്കെ ഈ തുഴയെടുത്ത് വെള്ളത്തിലെറിയുക മാത്രമല്ല, ഇതുപോലെ വെയിറ്റ് ലിഫ്റ്റിംഗ് അടക്കം എല്ലാ പരിശീലനങ്ങളും ചെയ്തുകൊണ്ട് ഇപ്പോൾ അസിസ്റ്റന്റ് കോച്ച് ഇവിടെ ഇരിപ്പുണ്ട്. അസിസ്റ്റന്റ് കോച്ചിനോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയായിരുന്നു ഇത്തവണത്തെ തയ്യാറെടുപ്പുകൾ? ഇത്തവണത്തെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ ആ ഒരു പക വീട്ടാൻ വേണ്ടി തന്നെയാണ് തവണ ഇറങ്ങിത്തിരിക്കുന്നത്. ഞങ്ങൾ കപ്പുമായിട്ട് ഇന്ന് തിരിച്ചു വരും. അതാണ്, അതായത് ആ കനൽ അടങ്ങിയിട്ടില്ല അല്ലേ? കനൽ അടങ്ങിയിട്ടില്ല. കനലിപ്പം കോടതിയിലാണ്, അത് ഉടനെ അടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നും അടക്കത്തില്ല. നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ കളിക്കുന്നു. അപ്പോൾ ഇത്തവണത്തെ അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക. തിരകൾ തീപ്പൊരിയാകുന്ന പോരാട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ലക്ഷ്മി കൂടി ചേരുന്നുണ്ട്. ലക്ഷ്മി, വലിയ പോരാട്ടങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തിലാണ് ആ കായലോരത്തെ എല്ലാവരും. ഇനി നിമിഷങ്ങൾ മാത്രമേ മത്സരങ്ങൾക്കൊക്കെ ആകെ ആയിട്ടുള്ളൂ. എത്രത്തോളം ആവേശമുണ്ട്? അഖില, ഞാൻ ഈ ആവേശം എന്താണെന്ന് അറിയാൻ ഈ പുന്നമടയിലെ ഓളപ്പരപ്പിലേക്ക് തന്നെ അങ്ങ് ഇറങ്ങാമെന്ന് തീരുമാനിച്ച് ഇരിക്കുകയാണ്. ഈ ഓളം എന്താണെന്ന് അറിയാൻ ഈ ഓളത്തിലേക്ക് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇവിടെ ചെറുവള്ളങ്ങളുടെ ഹീസ് മത്സരം ആരംഭിക്കും. ഈ പുന്നമട ആവേശക്കടലായി മാറാൻ ഇനി വളരെ വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഉച്ചയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ഹീസ് മത്സരം. നമുക്കറിയാം, ഇത് അവരെ സംബന്ധിച്ചിടത്തോളം, ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒരു പോരാട്ടമാണ്. നമുക്കൊക്കെ ഇത് പുറത്തു നിന്നൊരു മത്സരമായിട്ടാണ് തോന്നുന്നതെങ്കിൽ അവർക്കത് അങ്ങനെയല്ല. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണാൻ വരുന്നത്. പലപ്പോഴും ഈ ബോട്ടിന്റെ ക്ലബിന്റെ പേരൊക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് പറഞ്ഞ് ഇന്ന് രാവിലെ മുതൽ ഞാനിവിടെ ട്രോൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ എൻ്റെ അടുത്തിപ്പോൾ ഉള്ളത് ലിജോ വർഗീസ് മാത്രമാണ്. ലിജോയ്ക്ക് എന്തൊക്കെ അറിയാം? നമുക്കറിയാന്നുള്ള പരിമിതമായ അറിവെന്ന് പറയുക, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ വലിയ ട്രോളാണ്. കാരണം ഈ വള്ളം കളിക്കും വള്ള ക്ലബ്ബുകൾക്കും ഭയങ്കര വലിയ ഫാൻസ് ഉള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ ആലപ്പുഴക്കാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ കുട്ടനാടൻ മേഖല, മധ്യ തിരുവിതാംകൂർ ഈ ഭാഗത്തുള്ള ആളുകളെ സംബന്ധിച്ച് അവർ വലിയ ആവേശത്തിൽ, ഒരുപക്ഷെ മറ്റു മത്സരങ്ങളെക്കാൾ ഒക്കെ നന്നായി അവരിതിനെ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇത് ബോട്ടുകൾ, അതിപ്പം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത്തവണ ഡബിൾ ഹാട്രിക് ആണ്. അതായത് 5 തവണ വിജയിച്ച് നിൽക്കുന്ന ടീം അവർ വരുന്നു. ഇപ്പൊ ഹർഷൻ ചേട്ടൻ നേരത്തെ നിന്ന സ്ഥലം എന്ന് പറയുന്നത് അത് VBC ആണ്, വില്ലേജ് ബോട്ട് ക്ലബ് ആണ്. അവർ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് നെക്ക് ടു നെക്ക് വന്ന് തോറ്റവരാണ്. അപ്പൊ അതെ, അങ്ങനെ മത്സരമാണ്. അത്രയും ഇതാണ്. ഇപ്പൊ ഇത്തവണ കുറേം കൂടെ റഫറിയും കുറേ കൂടെ നന്നാക്കാമെന്ന് പറയുന്നു. അങ്ങനെ ആവേശത്തിന്റെ പരകോടി നിൽക്കുന്നതാണ്. അത്ര വൈകാരികമാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ആ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. തലവടിച്ചുണ്ടൻ ഉണ്ട്. അങ്ങനെ പല ബോട്ട് ക്ലബ്ബുകൾ അതങ്ങനെയുണ്ട്. പിന്നെ ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഓരോ തവണയും ഈ ബോട്ട് ക്ലബ്ബും അതുപോലെ തന്നെ തുഴച്ചുകാരും മാറും. ഈ ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്നതും ചുണ്ടൻ വള്ളങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതായത് ഇത്തവണ ബോട്ട് ക്ലബ്ബ് നന്നായി തുഴഞ്ഞ ആളുകൾ അടുത്ത തവണ അടുത്ത വള്ളത്തിലായിരിക്കും. അതുകൊണ്ട് അവിടെ ഈ കൺഫ്യൂഷൻ വീണ്ടും കൂടും. ഇത് അങ്ങനെ മാസ്റ്റർ ചെയ്യേണ്ട, അങ്ങനെ പഠിക്കേണ്ട, ഒരു പഠന വിധേയമാക്കേണ്ട വലിയൊരു പുസ്തകമൊക്കെ എഴുതേണ്ട ഒരു സംവിധാനമാണ്. അതാണ് അഖില, ഞാൻ പറഞ്ഞില്ലേ, ഒരക്ഷരം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ബോട്ട് ക്ലബ്ബുകളുടെ ഫാൻസ് എടുത്ത് നമ്മളെ ഇവിടെ നിലംപരിച്ചാക്കും. അത് കാരണമാണ് ആർക്കും വേണ്ടി ഒന്നും പറയാതെ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് ഈ ഉത്സവം, ഈ പൂരം കാണുക എന്നുള്ളതാണ് എന്റെ ഒരു ലക്ഷ്യം. അതിൽ തന്നെ അങ്ങനെ പറയുമ്പോൾ തന്നെ ഇത് ഭയങ്കരമായിട്ട് ത്രസിപ്പിക്കുന്ന ഒരു സ്പോർട്ട് ഇവന്റ് ആണ്. കാരണം അത്ര സ്പീഡിൽ, നമ്മളിപ്പോ ഈ ബോട്ട് സ്പീഡിൽ എഞ്ചിൻ ഇതേ സ്പീഡിൽ ആളുകൾ തുഴഞ്ഞെത്തിക്കുന്നതിന്റെ ഒരു ഹരമുണ്ടല്ലോ, അതിലാണ് അത് ഇരിക്കുന്നത്. അതായത് അവസാനം ഫിനിഷിംഗ് ലൈനിന്റെ അടുത്തേക്ക് ഇഞ്ചോടിഞ്ച് പറക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു 800 മീറ്റർ 900 മീറ്റർ പോകുമ്പോൾ അവർ കുത്തി മാറും. അവരുടെ മൊത്തം സ്റ്റേച്ചർ മാറും, അവരുടെ ബോഡി ലാംഗ്വേജ് മാറും. അവർ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആളുകൾ മുതൽ മൊത്തത്തിൽ അത് മാറും. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു ഇവന്റ് എന്ന നിലയ്ക്ക് ഭയങ്കര ആവേശം ഉണ്ടാക്കുന്ന, അത്രത്തോളം ആളുകൾ ത്രസിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഒരു സ്പോർട്ടാണ്. പിന്നെ ലക്ഷ്മി, ലിജോ തുടരുക. സുജിത്ത് കൂടി ചേരുന്നുണ്ട്.
സുജിത്ത്, ഈ ആവേശം എത്രത്തോളം, ഇത് ആദ്യമായി നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ഈ മത്സരം കാണാനെത്തിയപ്പോൾ അദ്ദേഹം വിജയിച്ച ചുണ്ടന്റെ തലപ്പത്ത് കയറി, അല്ലെങ്കിൽ ആ ആവേശത്തിൽ എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ട് അദ്ദേഹം ആ വള്ളത്തിന്റെ മുകളിലേക്ക് കയറുകയാണ് അന്നുണ്ടായത് എന്ന് കേട്ടിട്ടുണ്ട്. അത്രത്തോളം ആവേശമാണ് ഈ വള്ളം കളി അവിടത്തുകാർക്ക് മാത്രമല്ല കേരളത്തിലെ എമ്പാടുമുള്ളവർക്ക് സമ്മാനിക്കുന്നത്. ആ ആവേശം ഒട്ടും ചോരില്ല എന്ന് തന്നെയല്ല ഈ പ്രാവശ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. നിശ്ചയമായും അഖില, നിശ്ചയമായും. ഇതാ ഇപ്പോൾ ചെറുവള്ളങ്ങളുടെ മത്സരം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്. ഒരു ഇരുട്ടുകുത്തി വള്ളമാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ ഇരുട്ടുകുത്തി വള്ളത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, ചെറുവള്ളത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയ അതിൻ്റെ ആരാധകരൊക്കെ ഇവിടെയുണ്ട്. അവിടേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്. ഇതാ ഈ 4 ട്രാക്കുകൾ എനിക്ക് പിന്നിൽ ഇവിടെ കാണാമല്ലോ. അതായത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള ഏതാണ്ട് ഈ 1.5 കിലോമീറ്റർ ദൂരം ഒരു 10-85 പേര് അതിവേഗം തുഴഞ്ഞ് മിനിറ്റുകളുടെ മില്ലി സെക്കൻഡിന്റെ വ്യത്യാസത്തിലെത്തി ഇവിടെ വന്ന് ഫിനിഷ് ചെയ്യുന്ന ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിലവിലെ ഹാട്രിക് ജേതാക്കളായ PBC ഇത്തവണ 2ാം ഹാട്രിക് ലക്ഷ്യമിട്ടാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതായത് 5 മത്സരങ്ങൾ 5 തുടർച്ചയായ നെഹ്റു ട്രോഫികൾ നേടിയ PBC ആണോ ഇത്തവണ നേടുക, അതോ UBC ആണോ, കുമരകം ബോട്ട് ക്ലബ്ബാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് രാവിലെ മഴയായിരുന്നു. ഇപ്പോൾ വേമ്പനാട്ടുകായലിൻ്റെ ഉച്ചിയിൽ വെയിലിങ്ങനെ പുത്തിരി കത്തിക്കുകയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ ഇപ്പോൾ തന്നെ ഒരു ആവേശം 11 മണിയൊക്കെ ആവും ഈ മത്സരം ഒന്ന് തുടങ്ങി വരാൻ. പക്ഷേ ചെറുവള്ളങ്ങളുടെ മത്സരമായിരിക്കും ആദ്യം തുടങ്ങുക. അതിനുശേഷമായിരിക്കും എല്ലാവരും കാത്തിരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം. പക്ഷേ അങ്ങനെയല്ല, ചെറുവള്ളങ്ങൾക്കും ഇഷ്ടം പോലെ ആരാധകരുണ്ട്. ഇവരൊക്കെ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെയും ഒക്കെ അതെ ഗോതിരത്ത് സെന്റ് സെബാസ്റ്റ്യൻ എപ്പോ പോയാ നമ്മുടെ വള്ളം കാത്തിരിക്കുകയാണ്. അങ്ങോട്ട് തുഴഞ്ഞു പോകുന്നത് അത് വരുവാണ്ടില്ലേ, അടിച്ചു പൊളിക്കും. ഏറ്റവും സ്പീഡിൽ വരുന്ന, ചുണ്ടനേക്കാൾ സ്പീഡിൽ വരുന്ന വള്ളമാണ്. അതെ. അത് ഇരുട്ടുകുത്തി എന്ന് പറഞ്ഞാൽ, കട്ടല ഇങ്ങോട്ട് നോക്കിയാൽ ഇരുട്ടുകുത്തി എന്ന് പറഞ്ഞാൽ പഴയ ഈ ചുണ്ടൻ വള്ളങ്ങൾ പണ്ട് യുദ്ധ ബോട്ടുകൾ, അതായത് യുദ്ധക്കപ്പലുകൾ എന്നൊക്കെ നമുക്ക് എക്സാഗ്രേറ്റ് ചെയ്ത് പറയാമെങ്കിലും നാട്ടുരാജാക്കന്മാരുടെ പട പോകുന്ന വള്ളങ്ങളായിരുന്നു ചുണ്ടൻ വള്ളം എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ പോകുന്ന വള്ളങ്ങളാണ് വെപ്പ് വള്ളങ്ങൾ, അവർക്ക് ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി. ഇരുട്ടുകുത്തി അങ്ങനെയല്ല. ഈ ഹൈവേ രാത്രിയിൽ വരുന്ന റോബേഴ്സൊക്കെ ഉപയോഗിക്കുന്ന അല്ലേ. ഈ ഇരുട്ടുകുത്തി എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ കീറി മുറിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. ചുണ്ടൻ വള്ളത്തെക്കാൾ സ്പീഡാണ്. അപ്പോൾ അത് ഈ കൊള്ളക്കാരൊക്കെ പണ്ട് ഈ കായൽ കൊള്ളക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന തരം വള്ളമാണെന്ന് പറയുന്നത്. അതിഭയങ്കര. ഇപ്പോൾ ഒരു ഇരുട്ടുകുത്തി വള്ളത്തിൻ്റെ ഓണറാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്. അമരക്കാരനാണ്, ഇപ്പോൾ ഓണറാണ് സെന്റ് സെബാസ്റ്റ്യൻ ക്ലബ്ബ്. ദീർഘകാലം തുഴഞ്ഞ ആളാണ്. അതെ, 35-40 കൊല്ലം മുമ്പ് തുഴഞ്ഞ ആളാണ്. ഇപ്പൊ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതെ, ഇപ്പൊ വഞ്ചി വന്നിട്ടുണ്ട്. വഞ്ചി വന്നു അങ്ങോട്ടേക്ക് പോയി. ഇനിയിപ്പോ ഇങ്ങനെ ചാട്ടുള്ളി പോലെ ഇങ്ങനെ ഇവിടെ കപ്പെടുത്തിട്ടാണ് ഉള്ളത്. അത് ചെറുവള്ളത്തിന് ഇത്ര ആവേശമാണ്. അപ്പോ സെന്റ് സെബാസ്റ്റ്യൻ മനക്കിൽ വഞ്ചിയായിരുന്നു ചൂളപ്പറമ്പൻ. ഇപ്പൊ ക്ലബ്ബ് എടുത്തിട്ട് സെന്റ് സെബാസ്റ്റ്യൻ ക്ലബ്ബ് എടുത്തിട്ട് സെന്റ് സെബാസ്റ്റ്യൻ ആയി. സെന്റ് സെബാസ്റ്റ്യൻ എന്നാണ് ഇപ്പോഴത്തെ പേര്. അപ്പൊ അവര് തുഴഞ്ഞ് എത്ര പേരുണ്ട് തുഴക്കാര്? 35 പേരോട് ഒന്നിച്ച് ഓരോ ആയത്തിൽ തുഴഞ്ഞങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി തിരിച്ചല്ലേ ചാട്ടുള്ളി പോലെ ഒരു വരവുണ്ട് ഇങ്ങോട്ടേക്ക്. അതൊക്കെ പോട്ടെ, ചെറുവള്ളങ്ങൾക്ക് ഇത്ര ആവേശമാണെങ്കിൽ ഇവരോട് സംസാരിക്കുമ്പോഴേ ഇവരുടെ വള്ളം ഇരുട്ടുകുത്തി ആയതുകൊണ്ട് അവർ അതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്കൊക്കെ ചുണ്ടൻ തീർച്ചയായിട്ടും. ഏത് ചുണ്ടൻ ആൾക്കാരാ എല്ലാവരും ഒന്നാണോ? UBC എന്നുള്ള ഒറ്റ പേര് UBC അല്ലേ? ഇവിടെ ഒറ്റ പേര് ഇപ്പൊ ഒറ്റ പേര് ഇവിടെ UBC ആണ്. എല്ലാവരും UBC-ക്കാരാണ്. തീർച്ചയായിട്ടും. തലവടി ചുണ്ടൻ. ഇപ്പോഴേ നിങ്ങൾ കുറച്ച് നേരമല്ലോ ഈ ബഹളം തുടങ്ങിയിട്ട് ഇവിടെ വന്നിട്ട്. 6:30 മുതൽ വന്ന് നിൽക്കുക. ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് അപ്പച്ചനോട് വരുന്നേ. ഞാൻ മേൽപ്പാടത്തുനിന്ന് വരിക. ഏത് വള്ളത്തിന്റെ ആളാ? മേൽപ്പാടം ചുണ്ടന്റെ. മേൽപ്പാടം ചുണ്ടന്റെ ആളാണ്. മേൽപ്പാടത്തിന്റെ ആളുണ്ട്. പിന്നെ മറ്റേ BBC ഇവിടുത്തെ പള്ളാത്തുരുത്തിക്കാരും ഇല്ലേ? ഉണ്ട്. ഇവിടെ ആരാണ് ഇല്ലാത്തത് പറഞ്ഞട്ടെ. UBC വൻ ആവേശത്തിലാണ് സുജിത്ത്. ഇത് തുടങ്ങിയിട്ടില്ല, തുടങ്ങും മുൻപാണ് ഈ മട്ടിലുള്ള ആവേശമെന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്.